വർഷങ്ങളായി ചിരവൈരികളായ ഇറാൻ, ഇസ്രയേൽ വീണ്ടും ഗാസ സംഘർഷത്തിൽ പശ്ചിമേഷ്യയിലേക്ക് എത്തപ്പെടുകയായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് അമേരിക്ക അവരുടെ കരുത്തു കാണിച്ചിരുന്നു. എന്നാൽ ഇറാനെ ഭയക്കുന്ന അമേരിക്ക ഒന്നിനു പിറകെ ഒന്നായി ഇറാന് മേൽ പകതുപ്പുകയാണ്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ ഈ അടുത്തിടെ ഇറാൻ ഉപരോധവുമായാണ് രംഗത്ത് വന്നത്. രാജ്യത്ത് മിസൈൽ പരിപാടിയുമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് ഉപരോധം പ്രഖ്യാപിച്ചത്. ഇറാൻ വർഷങ്ങളായി രാഗിമിനുക്കി സൂക്ഷിച്ചിരിക്കുന്ന ആണവായുധ ശേഖരം അമേരിക്കയെപ്പോലും ഭീതിയിലാഴ്ത്തിയിട്ടുമുണ്ട്. ഇറാൻ മിസൈലുകളും മറ്റ് ആയുധങ്ങളും വികസിപ്പിക്കുന്നത് ചെറുക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് നടപടിയെന്നാണ് US-ന്റെ വിശദീകരണം. കൂടാതെ ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ ഭയന്ന ഒന്നാണ് ഇറാന്റെ ആണവശക്തി. ഇസ്രയേലുമായുള്ള സമീപകാല യുദ്ധത്തിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പോലും കൈകടത്തരുതേ എന്ന് ഇറാൻ കർക്കശമായി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പശ്ചിമേഷ്യൻ മേഖലയിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഇറാന്റെ അകത്തളങ്ങളിൽ എന്തു നടക്കുന്നു? ഇസ്രയേൽ നേരെ മിസൈലുകൾ പ്രയോഗിക്കാൻ സജ്ജമായി ഇറാൻ ഒരുങ്ങുന്നു. 2000 മിസൈലുകൾ ഇസ്രയേലിന് നേർക്കയക്കാൻ ഇറാൻ ഒരുങ്ങിയിരിക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം എത്രത്തോളം പൂർത്തിയായി എന്നീ ചോദ്യങ്ങൾ ലോകം ചോദിക്കുകയാണ്. എല്ലാം വിശദമായി തന്നെ നോക്കാം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വിപുലമായതും മേഖലയിലെ സൈനിക കേന്ദ്രത്തിന്റെ കേന്ദ്ര ബിന്ദുവുമാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി. കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളുടെ നിർമ്മാണത്തിൽ ഇറാനും ചൈനയും തമ്മിലുള്ള സഹകരണം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. യുദ്ധം അവസാനിച്ചുവെങ്കിലും ഇസ്രയേലിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ പ്രയോഗിക്കാൻ പുതുതലമുറയിൽ ഉൾപ്പെട്ട അത്യാധുനിക മിസൈലുകൾ നിർമ്മിച്ചതായി ഇറാൻ സൂചന നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല, ഭൂമിക്കടിയിൽ പുനഃസ്ഥാപിച്ച് നവീകരിച്ച മിസൈൽ ശേഖരത്തിന്റെ വീഡിയോ ഇറാൻ തന്നെ പുറത്തുവിടുകയും ചെയ്തു. ഇതുകൂടാതെ ആണവായുധത്തിന് തൊട്ടരികെയാണ് ഇറാൻ എന്ന വാർത്തകളിലെ വാസ്തവം എത്രത്തോളം ഉണ്ട് എന്നത് നിഗൂഢമാണ്. ന്യൂക്ലിയർ ഫിസിക്സിൽ പ്രാവീണ്യം തെളിയിച്ച ഗവേഷകർ, ആണവ പോർമുന അടക്കം വികസിപ്പിക്കാൻ ശേഷിയുള്ള സ്ഫോടക വസ്തു വിദഗ്ധർ എന്നിവരുടെ തലകൾ ഇതിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഇറാൻ ആണവപ്പെട്ടി തയ്യാറാക്കി വെച്ചേക്കുമെന്നത് തീർച്ച. ആക്രമിക്കപ്പെട്ട ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഒരു കൃത്യമായ കരാർ ഒപ്പിടാതെ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘത്തിന് പ്രവേശനമില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞിരിക്കുകയുമാണ്. എന്നാൽ കൃത്യമായ ഒരു കരാർ ഒപ്പിടുന്നതിനെ പറ്റി സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു ശുഭസൂചനയായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ജൂൺ പകുതിയോടെ ഇസ്രയേൽ ഇറാനെതിരെ ആരംഭിച്ച ബോംബാക്രമണം ഒരു 12 ദിന യുദ്ധത്തിനാണ് തുടക്കമിട്ടത്. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് അമേരിക്ക പോലും അതിൽ പങ്കുചേർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ടെഹ്റാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെച്ചത്. കഴിഞ്ഞില്ല, നിരീക്ഷണ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർ സ്ഫോടനം നടന്ന സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കി. അവർ പക്ഷപാതം കാണിക്കുകയും ആക്രമണത്തെ അപലപിക്കുന്നതിൽ പരാജയപ്പെടുകയെന്നും ചെയ്തുവെന്ന് ഇറാൻ പക്ഷം. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വീണ്ടും ആരംഭിച്ചേക്കുമെന്നും ആണവായുധം വികസിപ്പിക്കാനുള്ള നടപടികൾ പുനരാരംഭിച്ചേക്കുമെന്നുമുള്ള ആശങ്കയുണ്ടെന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞരുടെ റോളുകളിലേക്ക് ശേഷിക്കുന്നവരെ സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞുവെന്നും രഹസ്യ സങ്കേതത്തിൽ അവർ തങ്ങളുടെ ജോലി തുടരുകയാണ് എന്നുമാണ് ചാരന്മാരുടെ വിലയിരുത്തൽ. ആണവ പോർമുന വഹിക്കാനുള്ള ഷഹാബ് 3 മിസൈൽ വികസിപ്പിക്കുന്നതിന്റെ പ്രവർത്തനങ്ങളിലാണ് ഇറാൻ എന്നാണ് ഇസ്രയേലി ഇന്റലിജൻസ് ആരോപിക്കുന്നത്. പോർമുനകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നവരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞർ. ഇറാന്റെ ആണവ പദ്ധതിയുടെ ബുദ്ധികേന്ദ്രങ്ങൾ സർവകലാശാലകളിലൂടെ അക്കാദമിക് കേന്ദ്രങ്ങളിലും ആണെന്നും അത് മനസ്സിലാക്കിയാണ് 12 ദിന യുദ്ധത്തിൽ ടെഹ്റാനിലെ സർവകലാശാലകളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നും റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നുണ്ട്. ജൂൺ 13-ന് ഇസ്രയേൽ സൈനിക ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ആയുധ നിർമ്മാണത്തിനുള്ള നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചതായി UN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി അംഗ രാജ്യങ്ങൾക്ക് വിതരണം ചെയ്ത രഹസ്യ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. വെയ്ഗ്ന ആസ്ഥാനമായുള്ള രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ 13 വരെ ഇറാനിൽ 440.9 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചത് 60% വരെയാണ്. ഇത് മെയ് മാസത്തിൽ IAEAയുടെ അവസാന റിപ്പോർട്ടിനേക്കാൾ 32.3 കിലോഗ്രാം വർധനവാണ് കാണിക്കുന്നത്.
അന്ന് ഇറാൻ രഹസ്യമായി കടത്തിയ യുറേനിയം 90% സമ്പുഷ്ടീകരണം നടത്തി ആണവായുധം നിർമ്മിക്കാനാവുന്നതിന് വളരെ അടുത്താണെന്നും റിപ്പോർട്ടിലുണ്ട്. IAEAയുടെ കണക്കനുസരിച്ച് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഏകദേശം 42 കിലോഗ്രാം 90% കൂടി സമ്പുഷ്ടീകരണം നടത്തിയാൽ അണുബോംബ് നിർമ്മിക്കാൻ പര്യാപ്തമാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. യുദ്ധത്തിന് ശേഷം പരിശോധിച്ച ഒരേയൊരു സ്ഥലം റഷ്യൻ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ബുഷഹർ ആണവ നിലയം മാത്രമാണ്. ഓഗസ്റ്റ് 27-28 തീയതികളിൽ പ്ലാന്റിൽ ഇന്ധനം മാറ്റി സ്ഥാപിക്കുന്നത് IAEA വിദഗ്ധർ നിരീക്ഷിച്ചിരുന്നു. ആണവായുധ നിർവ്യാപന ഉടമ്പടി പ്രകാരം IAEAയുമായി സഹകരിക്കാൻ ഇറാൻ നിയമപരമായി ബാധ്യസ്ഥമാണ്. സെപ്റ്റംബറിൽ ഇറാനും IAEAയും ഒരു പുതിയ സഹകരണ ചട്ടക്കൂടിൽ എത്താൻ സമ്മതം അറിയിച്ചിരുന്നുവെങ്കിൽ പോലും ആഴ്ചകൾക്ക് ശേഷം ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ 2015 ആണവ കരാർ പ്രകാരം പിൻവലിച്ച UN ഉപരോധങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചതിനെ തുടർന്ന് ടെഹ്റാൻ അത് അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു. ഏപ്രിൽ ആരംഭിച്ച ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള ഉന്നതതല ആണവ ചർച്ചകളെ ഈ യുദ്ധം നശിപ്പിച്ചു കളയുകയായിരുന്നു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ അവകാശത്തെ ചൊല്ലി ഇരുപക്ഷവും ഭിന്നതയിലായിരുന്നു. അപ്പോഴും ടെഹ്റാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു എന്ന വസ്തുത പകൽ പോലെ വ്യക്തമായിരുന്നു. യുദ്ധത്തിന് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണ് എന്ന് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവ തുല്യ സാഹചര്യങ്ങളിലായിരിക്കണമെന്ന് മാത്രം. മിസൈലുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് മിസൈലുകളുടെ എണ്ണം കുറയ്ക്കുക, അവയുടെ പരിധി കുറയ്ക്കുക, ഇതിനേക്കാൾ വലിയ വഞ്ചന മറ്റൊന്നുമില്ല എന്നാണ് ഇറാൻ പക്ഷം. അതിനെല്ലാം അർത്ഥം ഇറാൻ ആണവ പോരിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ്.